ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളുള്ളത് നമ്മളെ റൂമിൽ തന്നെയാണ്, ഗോവയിലുള്ളത്, അറിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവാണ്. ഇന്നലെ ഒന്ന് പോകാനും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണേ, അതൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബീച്ചുകൾ കവർ ചെയ്യാൻ പോകാണ്ട്, പിന്നെ അതുപോലെ കുറച്ച് സ്ഥലങ്ങളും സ്ട്രീറ്റ് ലൈനൊക്കെ കവർ ചെയ്യാണ്ട്, ചിറ്റോസ് ലൈനിൽ പോകാണ്ട്, എല്ലായിടത്തും പോകാണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ അവിടെ വെള്ളം നിറയ്ക്കേണ്ടതായിരിക്കുകയാണ്. നമുക്ക് നേരെ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിക്കാം. എല്ലാവരും വെള്ളം നിറയ്ക്കേണ്ടതായിരിക്കുകയാണ്. ഇതാണെങ്കിൽ പറ്റാത്ത എടുക്ക് മൂഞ്ചിരിക്കുമ്പോ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. നമ്മളെ ഫുള്ള് വിറ്റാണ് മക്കളെ, ഫുള്ള് വിറ്റ്. വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ട് എന്താ പറയുക, വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേനും. ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴി മൊത്തം ഷോക്കാണ്, ഫുള്ള് ഓഫ് റോഡിനും ആകെ സൈഡായിക്കണേ. പിന്നെ നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്താ പറയുക, എങ്ങനെയാണ് വഴി കാര്യങ്ങളൊക്കെ. ഫുൾ പറ്റും. ഒരു ആക്റ്റീവയും ഒരു ബസ്സിനും അതിനുള്ളത് ഫുള്ള് ദിനം. അതിൻ്റെ മുകളിലാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ നമ്മളിപ്പം ഉള്ള സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനെന്താ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടേക്കുള്ള ഇവിടുന്ന് ഇറങ്ങിയാണ്ട് കുറച്ച് നടക്കണം, അങ്ങോട്ടേക്ക് ഒരു 300 മീറ്റർ നടക്കണം, എന്നാലേ ബീച്ചിലേക്ക് എത്തുള്ളൂ. ഇതൊരു ഫുൾ കാടിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ആയിക്കോട്ടെ, നോക്കാം. എന്താണ്ടത് കോട്ടയിലേക്കുള്ള വയ്യോ. ഇത് സീന് വയ്യാണല്ലോ. ലാസ്റ്റ് 14 Pro ഒക്കെ പാറന്റെ ഇടയിലുണ്ടോ. വ്യൂ പൊളിയാണ്ടോ മക്കളെ. എന്റെ മോനെ 150 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നതിന് കാര്യമുണ്ട്. നോക്കിയാ ചെറിയൊരു ബീച്ചാണ്, എന്നാലും ഈ കാണുന്ന കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ട്രെക്ക് ചെയ്ത് വന്നിട്ട് എന്താണ് പറയുമ്പോ ഞാൻ ഇപ്പൊ പറയാ. ഓരോ മലകൾക്കിടയിലാണ് ഇവിടുത്തെ ബീച്ച്. നമ്മളെ നാട്ടിലത്തെ മാതിരി നേരത്തി മണ്ണു അങ്ങനല്ല. ഇതിന്റെ വയനാട്ടിലൊക്കെ ബീച്ച് കൊണ്ട് വെച്ച അതിലാണ് ഇവിടെ അവസ്ഥ. ഇത് ഒരു പ്രൈവറ്റ് ബീച്ചാട്ടോ, അതായത് ഒരു റിസോർട്ടിന്റെ ഒക്കെ ഇതിലുള്ള ഇത് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവിടേക്ക് കയറാൻ ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു 200 രൂപ മേടിച്ചത്. 2 വണ്ടിയാണ് വേണ്ടി 200 രൂപയാണ് വലിയ മേടിച്ചത് റിസോർട്ടിന്റെ ഇതിനായി. ഇങ്ങോട്ടുള്ള എന്താ പറയാ വയ്യ കാര്യങ്ങളൊക്കെ ആരാണ്, റിസോർട്ടുകാരാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇവിടെ പിന്നെ അധികം ഫോറിനേഴ്സ് കാര്യങ്ങളൊന്നും വരില്ല. അതൊരു ആരും അങ്ങനെ വരാത്തൊരു ഏരിയ. ഇവിടെ തൊള്ളേ കിട്ടാത്ത പേരുള്ള ബീച്ചാണ്. ആരംഭ ബീച്ചൊക്കെ നമുക്ക് വൈകുന്നേരം പോകാം. നമുക്ക് അവിടെ ഫോറിനേഴ്സിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ 2-3 എണ്ണത്തിനെ കണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ അല്ലേ ഫൈമ? വലിയ സീനായ റോഡാണ്. നല്ല കിട്ടുള്ളൂ ഇതൊക്കെ. ഇതൊക്കെ നേരത്തെ അതിൽ പോണ്ടായതില്ലേ ഇത്. പക്ഷെ ഇതില് ഇത് മറ്റേ റോഡ് അവിടേക്ക് അവിടേക്ക് പോര്. पंप पेट्रोल पंप इधर कितने किलोमीटर है? 2 मिनट बाद आ गया. हाँ ओके अड़ाई അങ്ങോട്ട് എടുത്തോ. 2 कितना वो भी दूर है, ये दूर है. हाँ ये आगे पास है.
ആ ആയിക്കോട്ടെ. അത് കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് അത് നോക്കാം കേട്ടോ. ഇതൊരു ചേമ്പാണോ? ये क्या है? हाँ इसका नाम चम्मच हाँ चम्मच ചെമ്മൂർ. हाँ ये देख ये काटेगा ना मुट्ठी ചേമ്പാണ് കേട്ടോ ഇത്. ചേമ്പ് ये मुल्लो मुल्लो മുള്ളു. ആ इधर ना बात മുള്ളും ചേമ്പും. ചീരൊക്കെ ഉണ്ട് ഇവിടെ. ये कॉफी का ये ना अमन अमन ओमन. ആ ആ ആ വെണ്ട. दो ये भी वो है. ആ എന്താ എരുന്തൊക്കെ ഉണ്ടല്ലോ, എരുന്ത്. ഇവിടെ ഒരു മാർക്കറ്റാ കേട്ടോ ഇത്. ഇവലെ ചെറിയ റോഡ് സൈഡിൽ തന്നെ ഉള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണ്. നാം ക്യാ നാം 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 इसका नाम नहीं. हाँ आपकी नाम कुबिया. आपकी नाम आपकी. ഓക്കെ, ഇതാണ് കേട്ടോ അവരെ മാർക്കറ്റ്. ഇതിവിടെ നമ്മളിവിടെ എന്താ പറയാ, നമ്മൾ ഈ ബീച്ചില് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോണതിന്റെ ആ റോഡാണ് അത് കാണുന്നത്. ആ ബീച്ചിലേക്ക് പോണ സൈഡിലുള്ള ഒരു സ്ട്രീറ്റ് മാർക്കറ്റാണ് കേട്ടോ. ചെറിയ ഇവരിവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പോലെ ഒരു ചെറിയൊരു സംരംഭമാണ്. എന്താ പോവല്ലേ എന്നാല്. ചരക്ക് ചരക്ക് ഇതുണ്ടാക്കാനുള്ള സാധനമാണ്. ഓ ഇവിടില്ല. പെട്രോൾ എന്താ റേറ്റ് ഇവിടെ? പെട്രോളിന് പൊട്ടിച്ചിട്ട് ഇല്ലടാ, പൊടി കാരണമായിട്ട് എനിക്ക് പുകയായിരിക്കൂലേ.
ഇവിടുന്ന് എങ്ങോട്ടാ ചെയ്യാ വന്നതേ ഇല്ലേനു. അതാ നിക്കണ നേരെ എടുത്തോ. രണ്ടെണ്ണത് അപ്പുറത്ത് നിക്കണ്.